പാറുവേ, ഓണത്തിന് നമുക്ക് പൊളിക്കണ്ടേ? ഗൗരി എന്റെ പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. എന്റെ പൊന്നു മീര്, ഒരു 50,000 കൊടുങ്കമ്മ. ഒരുങ്ങി തള്ളിത്തരിഞ്ഞ കേട്ടാ. നമ്മുടെ കൂടെ ഓണച്ചന്തയിൽ അങ്ങ് സഹകരിച്ചങ്ങ് ഒന്നും കൊണ്ട് സുഖമായിട്ട് അങ്ങ് കല്യാണത്തിന് പോവാ. അപ്പൊ ഞാൻ 50,000 തന്നാ കല്യാണത്തിന് 1,00,000 തരുന്നാണോ പറയണേ? ഉറപ്പല്ലേ? ഞാൻ ഗ്യാരണ്ടി. പാവല്ലേ മീര ടീച്ചർ. ഗൗരി ഒന്നും തന്നാണല്ലോ. ചേച്ചി എന്നാ മീ ടീച്ചറും സമാധാനിപ്പിച്ചേ. സമാധാനിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഒരു കോമഡി പോലെയാണ് എടുക്കുന്നതെങ്കിലും മീര ടീച്ചറിന് ഇങ്ങനെ പറ്റിക്കുന്നത് എന്തോ ഒരു പാവം പോലെ തോന്നുന്നുണ്ട്. കാരണം പാവം നല്ല രീതിയിൽ ഒന്ന് കലിപ്പാവുന്നുണ്ട്. സാറിന് ഒരു പാവമായിട്ട് നിൽക്കുന്നതാണ്, പക്ഷെ പൈസയുടെ പേരിൽ ഇങ്ങനെ പറ്റിക്കുന്നത് എന്തോ ഒരു പാവം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും കോമഡി ആണ്. എന്തായാലും നമുക്കത് എപ്പിസോഡിൽ കണ്ടറിയാം. എന്തായാലും പ്രൊമോ നല്ല രസമായിട്ടുണ്ട്. ഗൗരിനെ അറിയാലോ, ഉടായ്പിന്റെ ഉസ്താദാണ്. ആ ഒരു സാറ് നമുക്ക് അറിയാവുന്നതാണ്. പുള്ളിക്കാരി ഇനിയും പൈസ എടുത്ത് പറ്റിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പായസമൊക്കെ വയ്ക്കുന്നുണ്ട്. ഓണത്തിന്റെ ഒരു ജസ്റ്റ് ഒരു തുടക്കം പോലെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. എന്തായാലും ഓണം എപ്പിസോഡൊക്കെ പൊളിയാവുമോ എന്നുള്ളത് നമുക്ക് അറിയാം. എന്തായാലും അതിന് മുന്നോടിയായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ബാലുവച്ചിന് ഓണത്തിന് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അത് ഏകദേശം ഒരു ഉറപ്പായിട്ടുണ്ട്. അത് ബാലുവച്ചിന്റെ എപ്പിസോഡുകൾ ഓണത്തിനുണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് കണ്ടതിനറിയാം. അപ്പം തൽക്കാലം മീര ടീച്ചറൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ട് ഒരു രസകരമായ എപ്പിസോഡ് തന്നെയാണ് ഇപ്പം എന്തായാലും പുതുതായിട്ട് വരാൻ പോകുന്നത്.